നമസ്കാരം ചേട്ടാ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഡൽഹി, ആഗ്ര, ഹരിദ്വാർ, ഋഷികേശ് ഒരു യാത്രയിലാണ്. ഇപ്പോൾ ഞങ്ങളിന്ന് ഏകദേശം ഉച്ചയ്ക്ക് ശനിയാഴ്ച പുറപ്പെട്ടു. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾ ഒരു 14 ഗ്രൂപ്പുണ്ട്. കുറച്ച് പേര് ഞങ്ങൾ പോയി. ഇപ്പോൾ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് രാജ്ഘട്ട്, മഹാത്മാഗാന്ധിൻ്റെ സമാധി സ്ഥലമായ രാജ്ഘട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ച് ടീമുകൾ പോയിട്ടുണ്ട്. അത് കാരണമൊന്നും മറ്റൊന്നുമില്ല, ഇദ്ദേഹത്തിൻ്റെ ബാഗ് അവിടെ ചെക്കിങ് മറന്നു വെച്ചു. അപ്പോൾ അത് എടുക്കാൻ പോയത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയത്. ബാക്കി ടീമുകൾ കുറച്ച് ഞങ്ങൾ പോയിട്ടുണ്ട്. രാജ്ഘട്ടിലേക്ക് പോകുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഒക്കെ അവിടെ പോയിട്ട് കുറച്ച് കാഴ്ച കാണാൻ എന്തായാലും. അപ്പോൾ അവിടേക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ ആൾക്കാർ ചെരുപ്പൊന്നും കാണാനില്ല. ഇതാണ് മഹാത്മാവിൻ്റെ സമാധി സ്ഥലമായ രാജ്ഘട്ട്. ഇതാണ് മഹാത്മാവിൻ്റെ സമാധി സ്ഥലമായ രാജ്ഘട്ടാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാത്മാവിൻ്റെ സമാധി സ്ഥലമായ രാജ്ഘട്ടാണത്. അവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. आज हम जिस पवित्र भूमि पर आए हैं ये है मध्यम, यानी ना तो किसी का मकान था ना किसी का घर था, ये बिल्कुल एक बंजर जमीन था कि जिधर से महाभारत का युद्ध लड़ा गया। आज हम जिस पवित्र भूमि पर आए हैं ये है मध्यम, यानी ഗീതാപദേശമുണ്ട്. കൃഷ്ണൻ ഗീതാപദേശം നടത്തിയ ആ സ്ഥലമുണ്ട്. കുരുക്ഷേത്രം വെച്ചിട്ടാണല്ലോ ഗീതാപദേശം നടത്തിയത്. നമസ്തേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുരുക്ഷേത്ര, ഹരിയാനയിലെ കുരുക്ഷേത്രയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് പാണ്ഡവ കൗരവ യുദ്ധം നടന്ന സ്ഥലം. ഇവിടെ പ്രതീകമായി കാണുന്നത് ഗീതോപദേശം നടത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശം നടത്തിയ ആ സ്ഥലം, കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലം. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കുരുക്ഷേത്ര ഭൂമി അല്ലേ? കുരുക്ഷേത്ര ഭൂമി. ഗീതോപദേശം നടത്തിയ സ്ഥലമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഹരിയാനയിലെ കുരുക്ഷേത്ര സ്ഥലത്താണ്. കുരുക്ഷേത്ര ഭൂമിയിലാണ് നിലവിലുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ध्यान रखना कहीं एक दूसरे के साथ चल पड़े। ये देखिए, चलो वहां से नहीं, इतना टाइम नहीं है बच्चे। കുരുക്ഷേത്ര ഭൂമിയിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരുക്ഷേത്ര ഭൂമി, ഹരിയാന സംസ്ഥാനത്ത് കുരുക്ഷേത്ര മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണ് കുരുക്ഷേത്ര ഭൂമി. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയ പ്രേക്ഷകരും പ്രിയ സുഹൃത്തുക്കളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരുക്ഷേത്ര ഭൂമിയാണത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. हिंदी में बोलेगा, आप टाइपिंग करना उनको। इसको राउंड फुड़न दो। बड़े इरिंदे बाजने के और कोड दो। आंसर पे एकदम ही आंसर। चल दीदी भाई फोटो खींचनी है ना? बैठिएगा सर. भगवान का विश्व रूप दर्शन अंचोटल तो फोटो के ऊपर है होता है ना. फोटो में इसके बारे में बन देंगे. ये चढ़ा हेलो
सर फोटो हम बाद में ले लेंगे तो। नहीं आप बोलते रहिए, हम तो आते रहते। बोलिए कृष्ण भगवान की जय भारत माता की जय। सर मोबाइल को छोड़ के 2-3 मिनट का लिए थोड़ा ध्यान दीजिएगा आप। हाँ, अगर बीच में किसी का फोन आता है तो 2-3 मिनट के बाद ही बात करना। അത് തൽക്കാലം ഫോൺ വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. तो प्रभु जी, आज हम जिस पवित्र भूमि पे आए हैं, इस पवित्र भूमि का नाम है ज्योति सर। ज्योति मैंने प्रकाश, यानी कि भगवान कृष्ण जी ने इधर में ज्ञान का ज्योति जलाया गया था, और इस सरोवर को हम बोलते हैं ज्ञान का सरोवर, और इसका मिलके बना फिर ज्योति सर। अभी हमने उधर में देखा होगा आदि गुरु शंकराचार्य मंदिर था। ये आदि गुरु शंकराचार्य जी बताते हैं कि भगवान शंकर के ही अवतारी थे, जो कि 1200 वर्ष पहले पूरे भारत को घूमते हुए वो इधर में आए, और उन्होंने बैठकर इधर में पूरा मेडिटेशन किया, ध्यान किया, महसूस किया, इस बात को दिया। हरिओम स्वामी, हरिओम। നമസ്കാരം. മാനസദേവി ക്ഷേത്രത്തിലെ പരിസരത്തിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ ചേട്ടാ? ദർശനം അവിടുത്തെ മാനസദേവി ക്ഷേത്രത്തിലെ അതിനകത്ത് ഫോട്ടോ അത് വീഡിയോ അലൗഡല്ല. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനസദേവി ക്ഷേത്രത്തിൽ ഹരിദ്വാർ, സോറി ചണ്ഡീദേവി ചണ്ഡികാദേവി ക്ഷേത്രത്തിലാണ്, ഹരിദ്വാറിലെ ചണ്ഡികാദേവി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ദർശനം കഴിഞ്ഞ് ജയ് മാതാജി. പ്രാദേശികമായ ഗൈഡാണ് वैभव वैभव आई एम टूर गाइड फ्रॉम हरिद्वार. हरिद्वार का इവിടുത്തെ പ്രാദേശിക ഗൈഡാണ് വൈഭവ്. वैभव वैभव ഹരിദ്വാർ തന്നെ ചണ്ഡികാദേവി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങൾ വീണ്ടും കുറേ ക്ഷേത്രങ്ങളുണ്ട്, അവിടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നാലെ നോക്കിയാൽ ബാക്കിൽ നോക്കിയത് ഏറ്റവും ടോപ്പിലാണ്, മല മുകളിലാണ്. ബാക്കിൽ ഹരിദ്വാർ സിറ്റി മുഴുവൻ കാണാൻ പറ്റും. ഹരിദ്വാറിലെ ചണ്ഡികാദേവി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. जल्दी जल्दी करना, ठीक है. अम्मा नहीं तो चप्पल ले लीजिए, ऊपर ही जी।
ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഹരിദ്വാറിൽ തന്നെ മാനസദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അവിടെയും ഞങ്ങൾ റോപ്പിലാണ് പോകുന്നത്. ഏകദേശം ഒരു 1 കിലോമീറ്ററിന് കഷ്ടിച്ച് 1 കിലോമീറ്ററിന് അടുത്താണ്. ഞങ്ങളുടെ കൂടെ ടീമുകൾ അവർ നേരത്തെ വേറെ റോപ്പിൽ പോയി. ഇപ്പം ഞാൻ നമ്മുടെ സ്വാമി ശ്യാംഭായ് हेलो मानसा देवी दर्शन टुडे മാനസദേവി ക്ഷേത്രം. അപ്പോൾ ഇന്ന് ഈ റോപ്പിൽ ഇപ്പോൾ ഞങ്ങൾ ഈ മാനസദേവി ക്ഷേത്രത്തിൽ പോകുന്ന ഈ റോപ്പിൽ ഇപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. ഏകദേശം കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരം ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് എടുക്കുന്ന പറയുന്നത് എഴുതി വെച്ചിട്ടുള്ളത്. ടെക്നിക്കൽ നോക്കുമ്പോൾ അത് എഴുതി വെച്ചിട്ടുള്ളത് ഒരു 3 മിനിറ്റോളം എടുക്കുന്നതാണ്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത്. അപ്പോൾ ആ മാനസദേവി ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയ പ്രേക്ഷകർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇത് കാണുന്നതിൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററാണ്. ഭയങ്കര ഹൈറ്റാണ്. ഒരു ഹൈറ്റ് ഒരു കഷ്ടിച്ചൊരു 1000 അടി താഴെ അത്രയും ഹൈറ്റിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റോപ്പിലാണ് പോകുന്നത്. ഭയങ്കര ക്ഷേത്രം എത്താറായെന്ന് തോന്നുന്നത്. ഏകദേശം ഒരു 2-3 മിനിറ്റ് 3-4 മിനിറ്റ് എടുക്കുന്നതാണ് തോന്നുന്നത്. ഏകദേശം അടുത്താറായി. കുറച്ച് പേര് താഴത്തൂടെ നടന്നു പോകുന്ന ടീമുകളുണ്ട്. അപ്പോൾ അത് കാണാതെ നേരെ പറ്റുന്നില്ല. ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ യൂറോപ്പിലാണ്. നമുക്ക് ബാക്കി അവിടുത്തെ ക്ഷേത്രത്തിലെ കാര്യങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം, മാക്സിമം എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് അവിടുത്തെ ബാക്കി ദൃശ്യങ്ങൾ കണ്ടു നോക്കാം എന്തായാലും. അപ്പോൾ അതിൻ്റെ വ്യൂ മുകളിൽ നിന്നുള്ള താഴത്തുള്ള വ്യൂ ആണ് കാണുന്നത്. അത് ഉത്തരാഖണ്ഡ് സിറ്റി ഹരിദ്വാർ സിറ്റി കംപ്ലീറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനസദേവി ഉത്തരാഖണ്ഡിൽ തന്നെ ഹരിദ്വാർ ഡിസ്ട്രിക്റ്റിലെ മാനസദേവി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. സത്യവാനന്ദ ദേവിയാണ്. അതെ അതെ. ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഭയങ്കര തിരക്കാണ്. കുറേ നല്ല ഇവിടെ എന്താ ഉത്സവം നടക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് ഇത്രയും തിരക്കാണെന്നാണ് തോന്നുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഭയങ്കര നിറയെ ആളുകൾ തൊഴുതാൻ വരുന്നുണ്ട്. എന്തോ ഒരു ഉത്സവം നടക്കുന്നത് അതിൻ്റെ ആണ് തോന്നുന്നു. ക്ഷേത്രം ഏകദേശം ക്ഷേത്രമൊക്കെയായി. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയിട്ട് കണ്ടു നോക്കാം. നമസ്കാരം. ഞങ്ങളിപ്പോൾ പ്രൊമോട്ട് പ്രൊമോട്ടാ നമ്മൾ ഗംഗ എവിടെ പോകുന്നത്? ഇപ്പോൾ എവിടെ പോണ്? ഗംഗാരതി പാണം ഞങ്ങൾ ഇപ്പോൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്താണ്? നമ്മുടെ ഓട്ടോ ഡ്രൈവർ ബായ്. ഹായ്. क्या नाम आपका? രാജു ബായ് ആണ് ഞങ്ങളുടെ. രാജു ബായ് ഇവിടുത്തെ റിക്ഷ ഡ്രൈവറാണ്. അടിപൊളിയാണ്, സൂപ്പറാണ് അല്ലേ രാജു ബായ്? അപ്പോൾ ഗംഗാരതി കാണാൻ പോവാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഗംഗാരതി ഹരിദ്വാറില്ല, ഗംഗാരതിയാണ്. അത് കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിക്ഷ ഞങ്ങൾ മൂന്ന് റിക്ഷയുണ്ട്. അപ്പോൾ ഒരു റിക്ഷ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതിൽ റിക്ഷയുടെ ഡ്രൈവർ അദ്ദേഹം രാജു ബായ്. ഏനാ കൂടുതൽ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഗംഗ നദി പോയിട്ട് അവിടെ പോയി കാണാം എന്തായാലും. ഞങ്ങൾ ഇവിടെ ഹരിദ്വാറിലെ ഗംഗാ നദി തീരത്ത് വന്നിരിക്കുകയാണ്. ഗംഗാ ആരതി കാണാൻ വന്നിരിക്കുകയാണ്. അതിലെ ദൃശ്യങ്ങളാണ് അവിടുത്തെ ദൃശ്യങ്ങൾ. ഇപ്പോൾ ഗംഗാരതി ഇപ്പോൾ ഏകദേശം ഒരു വൈകിട്ട് 6 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അങ്ങോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. No, actually we have a question. Like, where are you from? Russia. Why are you here? Because I want to distribute this knowledge. Teach this knowledge. चाहिए कितना? हाय. किताब लीजिए, बहुत मंजिल है. अच्छा. I'm Kerala from. You're from some press. Yes. Come to. News 95. First time मैंने भाई देख रहे हैं. Press. Yes. Okay. Yes. Press. Yes. You're from? I'm from Russia. Yes.
लेकिन मैं वृंदावन में 10 साल रखती हूँ। यू आर गुड स्पीकिंग बुद्धिस्ट। थोड़ा सा हिंदी, हाँ थोड़ा सा कब साल कितने साल हुआ है इधर? 10 साल वृंदावन में गुरु जी का आश्रम। मेरा गुरुदेव श्रीपाद Bhaktivedanta Madhusudana Goswami Maharaj। My name is Prema Das। फर्स्ट टाइम आई। वेरी गुड, गुड जॉब। यहाँ पर हर साल आते हैं हम लोग प्रचार के लिए, गुरु सेवा के लिए, बुक डिस्ट्रीब्यूशन के लिए। अच्छा, गुड 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 गुड। फॉर द फर्स्ट टाइम, गुड गुड जॉब। This is not job, this is seva. Okay, that's good job. What the first? Congratulations. Tell something Kerala people. What can I say? Okay, I can tell that. Can I speak English? Now, this world, everyone to be happy. Everyone wants happiness. But they mostly meet just actually suffering. This world so much full of problems, suffering, and now it's Kali Yuga. And our Gurudev said, and Shastra said that in Kali Yuga only one remedy. This is Hare Krishna Mahamantra. This is like food for the soul. This is remedy for all problems. You just chant Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare, and be happy. You remember Krishna, you think about Krishna, you read some scriptures about him and his devotees, and be happy. I'm asking one question. Yes. What inspiration do you have? What is my inspiration? I think my inspiration is like inconceivable mercy of my Guru, of Gurus, Vaishnavas and whole Guru Parampara, how they, like what life I had before and how like full of suffering and full of problems, for different culture, everything, and they gave me meaning of life, that I want to serve to God, I want to serve Radha Krishna and Guru and Vaishnavas, and all my life I want to give to them. And I want to preach, I want to chant Hare Krishna Mahamantra, and I also want that everyone also becomes same happy as me. What is your message? This is my message. Just chant Hare Krishna, remember about Krishna and be happy. Thank you. Thank you. ഹരേ കൃഷ്ണ. Hare Krishna. ഗംഗാരതി കാണാൻ 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഗംഗാരതി ആരതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിദ്വാറിലെ ഗംഗാതീരത്ത്, ഉത്തരാഖണ്ഡ് സംസ്ഥാനമായ ഹരിദ്വാറിലെ ഗംഗാതീരത്ത് ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 10,000-കണക്കിന് ആരതി, ഏകദേശം അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിനപ്പുറം ആളുകൾ ഉണ്ടാവും തോന്നുന്നു. അത്രയും തിരക്കാണ് ഈ ഗംഗാരതി കാണാൻ. അതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാരതി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ തിരക്കാണ്. ഏകദേശം ഒരു 10 മിനിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 6 മണിക്കാണ് ഏകദേശം സ്റ്റാർട്ടായിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ് എൻ്റെ അടുത്തത് തോന്നുന്നത്. അറിയില്ല, എന്നിട്ട് എന്തായാലും കണ്ടു നോക്കുന്നത്. ഏകദേശം 10 മിനിറ്റായിട്ടുള്ളൂ. ഗംഗാരതി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സുഹൃത്തുക്കൾ. ഗംഗാരതി നടക്കുന്ന
ഗംഗാരതി അവസാനിച്ചു. നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതുവരെ കണ്ടത്. ഏകദേശം ഗംഗാരതി അവസാനിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ ഗംഗാരതി അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പം നേരം കണ്ടത് ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. ഏകദേശം ഗംഗാരതി അവസാനിച്ചു. ഭയങ്കര തിരക്കാണ്. ഗംഗാരതി അവസാനിച്ചു. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗംഗാരതി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് അവസാനിച്ചു. അതിന് ദൃശ്യവും കൂടി കണ്ടുകൊണ്ട് അതിൻ്റെ ഗംഗാരതി അവസാനിച്ച് ഇവിടെ കാണാൻ വന്ന ജനങ്ങൾ മടങ്ങിപ്പോൾ അവർ ഹോട്ടൽ മുറികൾക്കും അവരോട് വീടുകളിലേക്കും മടങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഴുപത്തൊന്നല്ലേ ഇതും കൂടെ 1971 കറക്റ്റായിട്ട് എടുക്കും. അയച്ചിട്ട് മകളുടെ അയച്ചിട്ടുണ്ട് കേട്ടോ. നമസ്കാരം. ഞങ്ങളിപ്പോൾ ഇന്ന് ഡൽഹിയോടെ യാത്ര വന്നിട്ട് 5ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലാണ്. അവിടുത്തെ പലവിധ അന്നത്തെ ഇന്ദിരാഗാന്ധി സത്യപ്രതിജ്ഞ ഏറ്റു, അതുപോലെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതിലെ ഡീറ്റെയിൽസ് പറഞ്ഞത് ഇന്ദിരാഗാന്ധി വെടിയേറ്റു നിൽക്കുന്ന സമയത്ത് കൊടുത്തിരുന്ന വസ്ത്രമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയത്ത് കൊടുത്തിരുന്ന വസ്ത്രത്തിൻ്റെ ദൃശ്യങ്ങളാണിത്. 85-ലാണ്
അതിൽ അന്ന് വെടിയേറ്റ് മരിച്ച ദിവസം ഉടുത്തിരുന്ന വസ്ത്രമാണത് ഇതിന് പിന്നിൽ കാണുന്നത്. നമുക്കത് കണ്ടു നോക്കാം. ഇപ്പോൾ കണ്ടത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സമയത്തുള്ള കൊടുത്തിരുന്ന വസ്ത്രമാണ്, സാരിയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടത്. അതുവരെ നേരത്തെ കുറേ അതിനു മുമ്പ് വന്ന അന്ന് സത്യപ്രതിജ്ഞ ഏറ്റു, അതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന മലയാളത്തിൽ ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്ന പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം പഴയ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോസും അവർ വെച്ച പല ബുക്സ്, അതുപോലെ പാത്രങ്ങൾ, അവരുടെ ഡ്രസ്സുകൾ, നിലവിൽ ഞങ്ങളുള്ളത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പ്രസന്റാണോ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊടുത്ത ഒരു സമ്മാനങ്ങളാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളുടെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കത് കാണിച്ചു തരാം. ഈ വാദം വെച്ചിട്ടില്ലേ രത്നങ്ങളും വൈദ്യങ്ങളാണൊക്കെ. ഇത് സ്വർണ്ണപാത്രമാണ്. മെക്സിക്കോ, ശ്രീലങ്ക എന്താ പ്രസന്റ് ഉണ്ടോ? അതൊക്കെ സ്വർണ്ണം ഗോൾഡാണ്. ചികിത്സ കൊടുത്താണ്. അവര് കഥകളി കൊടുത്തില്ല, സൗദി കൊടുത്തിട്ടുണ്ടോ? വൈദ്യം ഇതൊക്കെയാണ് സ്വർണ്ണം. सब्जी ये क्या है? അതുപോലെ എൻ്റെ ഇത് പിന്നിൽ കാണുന്നത് രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന കുർത്തയാണ്. അതിൻ്റെ ഇതിൻ്റെ പിന്നിൽ കാണുന്നത് അദ്ദേഹം ഉപയോഗിച്ച ചെരുപ്പ്, അതൊക്കെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് രാജീവ് ഗാന്ധിൻ്റെ അതുപോലെ രാജീവ് ഗാന്ധി ഉപയോഗിച്ച കമ്പ്യൂട്ടറാണ്. രാജീവ് ഗാന്ധി അത് കമ്പ്യൂട്ടറാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ചെരുപ്പ് അതുപോലെ കൂർത്ത, അത് കമ്പ്യൂട്ടർ എല്ലാം. എനിക്ക് ഇത് ലൈസൻസ് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ലൈസൻസാണ്. അതാണ് ഒരു ദൃശ്യം അതിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ എൻ്റെ പിന്നിൽ കാണുന്നത് രാജീവ് പ്രധാനമന്ത്രി, അന്നത്തെ 1991 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് ശ്രീപെരുമ്പത്തൂരല്ലേ, ശ്രീപെരുമ്പത്തൂര് തമിഴ്നാട് ശ്രീപെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. ആ ദിവസം മരിച്ച ദിവസത്തുള്ള അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ്സുകളാണ് ഇതിൻ്റെ പിന്നിൽ കാണുന്ന വസ്ത്രങ്ങൾ, പാൻറ്, എല്ലാം, ഷൂസ് എല്ലാം അദ്ദേഹം അന്ന് കൊടുത്തില്ല. അതായത് അദ്ദേഹം ബോംബ് സ്ഫോടനത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ്സാണ് എൻ്റെ പിന്നിൽ ഇത് കാണുന്നത്. 1991
അദ്ദേഹം ഉപയോഗിച്ച പാൻറ് ബോംബ് സ്ഫോടനത്തിൽ ശരീരമൊന്നും കിട്ടിയില്ല, അദ്ദേഹത്തിൻ്റെ അത് മാത്രം എന്താ പറ്റുമോ അദ്ദേഹം ധരിച്ചിരുന്ന ഇത് 1991 ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന മരിക്കുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന പാൻറ് അത് ഡ്രസ്സാണ് എൻ്റെ അദ്ദേഹം ധരിച്ചിരുന്നത്. ബോഡി ഛിന്ന ഭിന്നമായി പോയി, ബോഡി ശരീരം ഒന്നും കിട്ടിയിട്ടില്ല, വെറും ഡ്രസ്സ് ഷൂസ് മാത്രം കിട്ടിയുള്ളൂ, ബാക്കി ഒന്നും കിട്ടില്ല, ശരീരം ഛിന്ന ഭിന്നം പോയി. അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമാണ്. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച അവരുടെ ബെഡ്റൂമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന അവരുടെ ബെഡ്റൂമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഈ കാണുന്നത് നമുക്കത് അതിൽ കണ്ടു നോക്കാം, ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. രാജ്യത്തിന് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത് എൻ്റെ പിന്നിൽ കാണുന്നത് ഇപ്പോൾ കണ്ടത് എൻ്റെ പിന്നിൽ കാണുന്നത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഉപയോഗിക്കുന്ന ഡൈനിങ് റൂമാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന റൂമിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എല്ലാം ഉപയോഗിച്ച ഡൈനിങ് റൂമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടത്. Okay, sir. Let's go. സ്കൂൾ പഠിക്കുന്ന കാലമായിരിക്കാം അല്ലേ? ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ ഇന്ദിരാഗാന്ധി മ്യൂസിയമാണ്. അപ്പോൾ അതിൽ വിവിധ അവിടുത്തെ വീഡിയോസൊക്കെ കണ്ടുകൊള്ളുക. ഇപ്പോൾ ഞാൻ അടുത്ത് പോകുന്നത് ഇന്ദിരാഗാന്ധി 85 വെടിയേറ്റ് വീണ സ്ഥലമുണ്ട്, അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം എന്താണെന്നുള്ള. അവിടെ 1985 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലം ഇതല്ലേ? ഈ സ്ഥലത്ത് വെച്ചാണ് ഇതിൽ എൻ്റെ പിന്നീട് കാണുന്നതാണ്. 1985 ഇന്ദിരാഗാന്ധി അവരുടെ ഓഫീസിലേക്ക് വരുമ്പോൾ സ്വന്തം സെക്യൂരിറ്റിക്കാരൻ 85 ഞാൻ പോളി പിടിക്കുക ഫസ്റ്റ് ഇയർ 87 ഇന്ദിരാഗാന്ധി വെടിവെച്ച് മരിച്ച സ്ഥലമാണ്. 84 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലം. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അവരുടെ സ്വന്തം അംഗരക്ഷകർ അവരെ വെടിവെച്ച് കൊന്നത്. 1984 ഇന്ദിരാഗാന്ധി അവരുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നടന്നു വരുന്ന സമയത്ത് സ്വന്തം സെക്യൂരിറ്റിക്കാരൻ സ്വന്തം സെക്യൂരിറ്റിക്കാരനെ വെടിയേറ്റ് മരിച്ച് വീണ സ്ഥലമാണത്. ഇന്നിപ്പോൾ ഇനി കാണുന്നത് 1984 അവിടെ നടന്ന ഇവിടുന്ന് അവർ ഈ പിന്നിൽ കാണുന്നില്ല, ഇവിടുന്ന് നടന്നിട്ട് അവിടെ പോവുക. അതിൽ അവരുടെ ഓഫീസിൽ പോകുമ്പോൾ സ്വന്തം സെക്യൂരിറ്റിക്കാരനാണ് അവരെ വെടിവെച്ച് കൊന്നത്. ആ വെടിയേറ്റ് മരിച്ച വീണ സ്ഥലമാണ് ഇതിൽ പിന്നിൽ കാണുന്നത്. ആയിരത്തി 1984 അത് 1984 ഒക്ടോബർ 31
അത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. ഇവിടെ നിന്ന് നടന്നു വരുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് വെടിയേറ്റ് മരിച്ചു വീണത്. അതിൻ്റെ ദൃശ്യം കൊണ്ടുവന്നത്. ഇത് രാഷ്ട്രപതി ഭവൻ. നമസ്കാരം. ഞങ്ങൾ ഇതിലിപ്പോൾ അടുത്ത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ പോയി, അതിനുശേഷം ഇന്ത്യ ഗേറ്റിൽ പോയി. ഇന്ത്യ ഗേറ്റിൽ അവിടെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്തത് ഇനി രാഷ്ട്രപതി ഭവന് പോവുക. രാഷ്ട്രപതി ഭവന് പോകുന്നുണ്ട്. അതിന് അവിടെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ പോലീസ് അവിടുത്തെ മിലിറ്ററിക്കാരോട് കണ്ട് ചോദിച്ചപ്പോൾ ഗാർഡനിലേക്ക് മാത്രം പോവുള്ളൂ, വണ്ടികൾ കടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഇനി രാഷ്ട്രപതി ഭവനുള്ളിലേക്ക് പ്രവേശനമുണ്ടോ അതറിയില്ല. ചിലവർ പറയുന്നത് ഗാർഡനിൽ മാത്രമേ പോവുള്ളൂ, രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നില്ല, ഉള്ളിലേക്ക് അലൗഡല്ല, പബ്ലിക്കിന് ഉള്ളിലേക്ക് അലൗഡല്ല എന്ന് പറയുന്നുണ്ട്. മറ്റ് പ്രൈവറ്റ് വാഹനങ്ങൾ ഏതും കടത്തുന്നില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ത്യ ഗേറ്റിൽ നിന്ന് നേരെ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടുത്തെ രാഷ്ട്രപതി ഭവൻ പോയിട്ടുള്ള ഇവിടുത്തെ വീഡിയോ കാണാൻ എന്തായാലും. അതിലിപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർത്തവ്യപഥമാണ്. അതായത് രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന വഴിയാണ് കർത്തവ്യപഥം എന്ന് പറയാം. അതായത് ബാക്കിൽ കണ്ടറിയും റിപ്പബ്ലിക് ഡേക്കും അതുപോലെ സ്വാതന്ത്ര്യ ദിനത്തിനും ഇതിലാണ് പരേഡ്. ആർമിക്കാർ, എല്ലാ ഡിഫൻസുകാരുടെ, മിലിറ്ററിക്കാരുടെ പരേഡ് നടക്കുക. ആ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലമാണ് കർത്തവ്യപഥം എന്ന് പറയും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കർത്തവ്യപഥം. രാഷ്ട്രപതി ഭവനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് പറയുന്നുണ്ട്. അന്ന് നേരത്തെ ചോദിച്ചപ്പോൾ ചില ഓഫീസർമാർ, പോലീസ് ഓഫീസേഴ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനകത്തേക്ക് കടത്തിവിടുന്ന അറിയില്ല, വണ്ടികളും കടത്തിവിടില്ല, രാഷ്ട്രപതി ഭവനെ അകത്തേക്ക് കടത്തിവിടുന്ന അറിയില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ വേറെ പോലീസുകാരോട് ചോദിച്ചു, ഡൽഹി പോലീസുകാർ SI ആയിട്ട് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതിനകത്തേക്ക് പബ്ലിക്കിന് രാഷ്ട്രപതി ഭവനുള്ളിലേക്ക് പബ്ലിക്കിന് കടത്തിവിടുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ ID കാർഡ് വേണം. നമുക്ക് കണ്ടു നോക്കാം എന്തായാലും അവിടെ അങ്ങോട്ട് അതിനകത്തേക്ക് കടക്കാൻ പറ്റുമോ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിന് പിന്നിൽ കാണുന്ന രാഷ്ട്രപതി ഭവൻ. ഇപ്പോൾ ഞങ്ങൾ നടന്നത് സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും ഈ വഴിയാണ് പരേഡ് നടക്കുക. ആൾക്കാരുടെ പരേഡ് കാണാനല്ലേ, ആ വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും ഏകദേശം എത്താറായി. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആ ഭാഗത്തെത്തി. അപ്പോൾ അവിടെ അതിനകത്ത് പോകണമെങ്കിലും അതുപോലെ ഗാർഡനിലേക്ക് പോകണമെങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതും 2 ദിവസം മുൻപാണ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് പോകാൻ പറ്റില്ല. അതിന് തൊട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ അപ്പുറം പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ്റെ ദൃശ്യങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനുള്ളിലേക്ക് അലൗഡല്ല. അതിനകത്ത് രാഷ്ട്രപതി ഭവനിലേക്ക് പോകണമെങ്കിൽ 2 ദിവസം മുന്നേ രാഷ്ട്രപതി ഭവൻ കാണണമെങ്കിലും അതുപോലെ തന്നെ അതിൽ ഗാർഡനിലേക്ക് പോകണമെങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം പോകാൻ പറ്റില്ല. അതും 2 ദിവസം മുമ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏകദേശം അടുത്തെത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതി ഭവൻ്റെ ദൃശ്യമാണ് എൻ്റെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്. ഇതിൽ പിന്നിലാണ് പഴയ പാർലമെൻറ്റ് മന്ദിരമാണ് പിന്നിൽ കാണുന്നത്. അതിന് തൊട്ട് തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരം. അപ്പോൾ അവിടെ പോകണമെങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻ വേണമെന്നാണ് അവിടുത്തെ പോലീസുകാർ പറഞ്ഞത്. ഇത് കാണുന്നുണ്ട്, പിന്നിൽ കാണാൻ പറ്റും. പഴയ പാർലമെൻറ്റ് മന്ദിരമാണ്. അതിൽ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻ വേണമെന്നാണ് അവിടുത്തെ മിലിറ്ററിക്കാർ പറഞ്ഞത്, അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർമാർ പറഞ്ഞത്. ഏകദേശം ഇതിൽ 2 പഴയത് കാണാൻ പറ്റും. അശോക സ്തംഭമുണ്ട്.
അപ്പോൾ അത് കാണാൻ പറ്റും, അതും കാണാൻ പറ്റും. അതാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം. നേരത്തെ കണ്ടത് പഴയ പാർലമെൻറ്റ് മന്ദിരമാണ്. പുതിയത് കിട്ടിയാണ് പുതിയതായിട്ടാണ് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരം.